ആരായിരിക്കും കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി? ഇന്ന് കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. വി ഡി സതീശനാണോ, അതോ രമേശ് ചെന്നിത്തലയാണോ, അതോ കെ സി വേണുഗോപാലാണോ? കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനിയൊരു ഭാവിയില്ല എന്ന് ഓരോ UDF പ്രവർത്തകരും വിശ്വസിച്ചിരുന്ന സമയത്താണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ചുമതലയേൽക്കുന്നത്. ആ ഒരു സാഹചര്യത്തിലൊന്നും ഒരാൾക്കും UDF ഇതുപോലെ ശക്തമായിട്ട് പോയിട്ട് ഭരണം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് തന്നെ UDFന് ഏറ്റവും വലിയൊരു സ്വപ്നമായി നിൽക്കുന്ന സമയത്താണ് വി ഡി സതീശൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ നിയമസഭയിലുള്ള നിലപാടുകളാണെങ്കിലും അതേപോലെ തന്നെ അദ്ദേഹം നിയമസഭയിൽ സംസാരിക്കുന്നതാണെന്നുണ്ടെങ്കിലും നമുക്കൊരു ഒരുപാടൊരു പ്രതീക്ഷ നൽകിയിരുന്നു. അതായത് ഒരു ശക്തമായ പ്രതിപക്ഷത്തുണ്ട് എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വി ഡി സതീശന് അന്നേ കഴിഞ്ഞിരുന്നു. അതിനു മുൻപ് രമേശ് ചെന്നിത്തലയായിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായതാണ് ഭരണപക്ഷത്തിനെതിരെ ഒരുപാട് ആക്ഷേപങ്ങളും വിമർശനങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും ജനങ്ങളെ ഇടയിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരിക്കലും അതൊന്നും ഒരു എഫക്റ്റായിട്ട് ജനങ്ങളെ മനസ്സിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു കാലഘട്ടത്തിൽ വി ഡി സതീശൻ വന്ന് ഇനി UDFന് ഒരു തിരിച്ചുവരവുണ്ട് എന്ന് ഓരോ പ്രവർത്തകരെയും ഓരോ ജനങ്ങളെയും ബോധ്യപ്പെടുത്തി. ഞാൻ UDFന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞ് ഓരോ പ്രവർത്തകൻ്റെയും മനസ്സിൽ ആവേശം നൽകി, ഓരോ പ്രവർത്തകൻ്റെയും മനസ്സിൽ പ്രതീക്ഷ നൽകി. 100-ലധികം സീറ്റുകൾ എന്ന് പറഞ്ഞ് 102 സീറ്റോളം UDFന് നേടിക്കൊടുത്ത് ആ ഒരു സാഹചര്യത്തിലൊന്നും ഒരു ഗ്രൂപ്പിനെ വളർത്താം. അദ്ദേഹത്തിൻ്റെ പല ഇൻ്റർവ്യൂകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, ഗ്രൂപ്പുകളെ പറ്റിയൊക്കെ പല ഇൻ്റർവ്യൂവിലും അദ്ദേഹത്തിനോട് ചോദിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, മുൻപത്തെ പോലെയല്ല ഇപ്പോൾ ഗ്രൂപ്പിന് അതീതമായി ടീം UDF എന്നുള്ളൊരു ലെവലിലാണ് ഇപ്പോൾ UDFൻ്റെ ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ നേതാക്കളും ആ ഒരു രൂപത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മൂപ്പര് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നോക്കാതെ UDFനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടെ അദ്ദേഹം ഇത്രയും ആത്മാർത്ഥമായി പ്രവർത്തിച്ച് ഇന്ന് ഓരോ UDFകാരനും അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റുന്നൊരു രൂപത്തിലേക്ക് UDFനെ എത്തിച്ച വ്യക്തിയാണ് വി ഡി സതീശൻ. പിന്നെ വി ഡി സതീശന് മുഖ്യമന്ത്രി ആവണം എന്ന് എല്ലാവരും ജനങ്ങൾ പൊതുവികാരമാവാൻ പ്രത്യേകിച്ചൊരു കാരണം കൂടെ അദ്ദേഹത്തിൻ്റെ ഓരോ കാഴ്ചപ്പാടുകളും കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള ഓരോ കാഴ്ചപ്പാടുകളും ഓരോ സങ്കല്പങ്ങളും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പല പ്രോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന സമയത്ത് ഇപ്പോൾ താരിഖിൻ്റെയൊക്കെ പ്രോഡ്കാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അതൊക്കെ കാണുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, കേരളത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ എന്താ എന്നുള്ളത് അദ്ദേഹം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മികച്ച ഗവൺമെൻറ് അധികാരത്തിൽ വരും, നമ്മുടെ നാട് രക്ഷപ്പെടും, നമ്മുടെ നാടിനൊന്നും കൂടി നാടിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ള വ്യക്തി, നാടിനെ വളർത്താൻ ഒരു വീക്ഷണമുള്ള വ്യക്തി അധികാരത്തിലേക്ക് വരും എന്നുള്ളൊരു പ്രതീക്ഷയോടെ തന്നെയാണ് കേരളത്തിലെ 90% ജനങ്ങളും UDFന് വോട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഒരിക്കലും UDFൻ്റെ വോട്ട് കിട്ടിയിട്ടല്ല UDF 102 സീറ്റോളം എത്തിയത്. കാരണം നമുക്ക് തന്നെ അറിയാം LDFൻ്റെ പല കോട്ടകളും ഈ ഒരു സമയത്ത് തകർന്ന് അവരൊരിക്കലും അറിയില്ല എന്ന് വിചാരിച്ച് അത്രയും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന പല മണ്ഡലങ്ങളും ഇന്ന് LDFന് കൈവിട്ടുപോയി. അതിനൊക്കെ കാരണം ഇതാണ്, ജനങ്ങൾക്കിടയിൽ ഒരു പ്രതീക്ഷ നൽകാൻ. LDF സർക്കാരിൻ്റെ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു ഭരണവിരുദ്ധ വികാരം LDFൻ്റെ ആ ഒരു ഭരണത്തിനെതിരെയുള്ള സംഭവങ്ങൾ കറക്റ്റായിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിച്ച് ആ ഒരു രൂപത്തിൽ ജനങ്ങളുടെ മനസ്സിൽ ഒരു പ്രതീക്ഷ നൽകാൻ വി ഡി സതീശന് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം തന്നെയാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത്. പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നിലപാട്, ഒരു മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കോൺഗ്രസ്സിലുള്ളൊരു MLA ആണ് മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് എന്നുള്ളതാണ്. കോൺഗ്രസ്സാണ് മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കുന്നത്. ഇപ്പോൾ മാത്യു കുഴൽനാടനൊക്കെ പറഞ്ഞ പോലെ ലീഗ് ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ലീഗിന് ഒരിക്കലും ഇതിൽ അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് ഒരു കോൺഗ്രസ്സുകാരനും പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ മലബാർ ഏരിയകളിലാണ് ഇപ്പോൾ ലീഗിന് 22 സീറ്റാണ്, 22 MLAമാരാണ് ഉള്ളത് എന്നുണ്ടെന്നുണ്ടെങ്കിലും ഈ മലബാർ ഏരിയകൾ മലപ്പുറം, അതുപോലെ തന്നെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ്, വയനാട് ഇത്തരം ഏരിയകളിലൊക്കെ, അതുപോലെ തന്നെ പാലക്കാടും കൂട്ടാം, ഇത്തരം ഏരിയകളിലൊക്കെ ലീഗിൻ്റെ ശക്തമായ പ്രവർത്തനം, ഒരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരെക്കാളും ലീഗിൻ്റെ ശക്തമായ ഒരു പ്രവർത്തനം ഈ ഒരു കാര്യത്തിലുണ്ട്, ഈ വിജയത്തിലുണ്ട്. അത് ഒരാൾക്കും തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഒരിക്കലും ഇലക്ഷൻ ഇതോടുകൂടി അവസാനിക്കുന്നില്ല, ഇനിയും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങാനുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ പൊതുവികാരം മാനിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഹൈക്കമാൻഡാണ് ഏറ്റവും ലാസ്റ്റ് ഡിസിഷനൊക്കെ ഹൈക്കമാൻഡാണ്. പക്ഷേ ഈ ഹൈക്കമാൻഡ് ജനങ്ങളുടെ വികാരം എന്താണ്, ആ നാട്ടിലുള്ള ജനങ്ങളുടെ വികാരം എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് സർക്കാരിനാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ UDFൻ്റെ അടുത്ത തുടർഭരണത്തിനാണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും ഉപകരിക്കുന്നൊരു സംഭവമാവും.
അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരാളെ വി ഡി സതീശനല്ലാതെ വേറൊരാളെ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അവർ എത്ര നന്നായിട്ട് ഭരിച്ചാലും ജനങ്ങളുടെ ഒരു മനസ്സിൽ ഒരിക്കലും ഒരു തൃപ്തി വരില്ല. പിന്നെ അടുത്തൊരു ഇലക്ഷൻ നേരിടുന്ന സമയത്ത് ജനങ്ങളുടെ മനസ്സിൽ ഇതായിരിക്കും, അവർക്ക് വോട്ട് ചെയ്തുകൊണ്ട് എന്താ കാര്യം, അവർക്ക് തോന്നിയ പോലെ ആയിരിക്കും ഡിസിഷൻ എടുക്കുക, കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ KC വേണുഗോപാലിനാണ് ഏറ്റവും കൂടുതൽ MLA-മാരെ പിന്തുണ ഉണ്ട് എന്നുള്ളത് പറയുന്നു. അത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റിയൊരു സംഭവമല്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെ അഭിപ്രായമാണ്, പുറത്ത് പറയുന്ന അഭിപ്രായമാണ്. KC വേണുഗോപാലിനാണ് MLA-മാരെ പിന്തുണ കൂടുതൽ എന്നുള്ളത്. അത് MLA-മാർ അവിടെ നിരീക്ഷകരായിട്ടുള്ള ആളുകളോട് എന്താണ് പറഞ്ഞിട്ടുള്ളത്, മറ്റേ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്, എന്താണ് അവരവിടെ രഹസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒരിക്കലും നമുക്ക് പുറത്തുനിന്ന് അറിയാൻ കഴിയില്ല. മീഡിയക്കാർ എത്ര അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒരുപാട് ഫേക്കായിട്ടുള്ള സംഭവങ്ങൾ മീഡിയാസ് ക്രിയേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. അവരത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, വി ഡി സതീശൻ അങ്ങനെ പറഞ്ഞു, രമേശ് ചെന്നിത്തല ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ അവർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഒരു ന്യൂസ് വന്നിരുന്നു, വി ഡി സതീശൻ KC വേണുഗോപാൽ ഇരിക്കൂറൊന്നും പോകേണ്ട ആവശ്യമില്ല, പറവൂർ തന്നെ മത്സരിക്കുക, പറവൂർ സീറ്റ് വിട്ടുകൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് വി ഡി സതീശൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അത് പുറത്തേക്ക് വന്നു. ഇതൊക്കെ എങ്ങനെയാണ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. ഒന്നാമത് കേരളത്തിൽ ഇത്രയും പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന സമയം, പ്രതിഷേധങ്ങളും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. അപ്പോൾ വി ഡി സതീശൻ ഇങ്ങനെ വൈകാരികമായിട്ട് ഇങ്ങനത്തെ ഒരു നിലപാട് പറയുന്ന സമയത്ത് അതെന്തായാലും പുറത്ത് ഒന്നും ജനവികാരം ഒന്നും പാടി കത്താനേ, അല്ലാന്നുണ്ടെങ്കിൽ പ്രതിഷേധം ഒന്നും പാടി കത്താനേ ഇത് സഹായിക്കുള്ളൂ. അപ്പോൾ ഒരിക്കലും വി ഡി സതീശൻ ആ ഒരു പറഞ്ഞ കാര്യം, ഈ ഹൈക്കമാൻഡിനോട് പറഞ്ഞൊരു കാര്യം അവർ പുറത്തേക്ക് വിടും എന്നുള്ളത് ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. മീഡിയാസിന് ഒരിക്കലും ഈ ഒരു വിഷയത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതോ, എന്താണ് അവിടെ അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതോ ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. എന്തായാലും നമുക്ക് ഒരു ശുഭവാർത്ത വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. എല്ലാ ജനവികാരം പോലെ തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു.